ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം പവർ ടു എംപവർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷമാണോ? 2024 മെയ് മാസം 18-ാം തീയതി ശനിയാഴ്ച ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാത്തിരിപ്പിൻ്റെ ഈ നാളുകളിൽ വരങ്ങളെക്കുറിച്ച് നാം പഠിക്കണം, അറിയണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ടാണ് വരങ്ങൾ. അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 12 9 വരങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ചേർന്ന് ബൈബിൾ കയ്യിലെടുത്ത് ഏക മനസ്സോടെ വായിക്കാം. ഭാഷാവരം, വ്യാഖ്യാനവരം, പ്രവചനവരം, അറിവിൻ്റെ വരം, ജ്ഞാനവരം, വിവേചനവരം, രോഗശാന്തിവരം, അത്ഭുതവരം, വിശ്വാസവരം. ഈ വരങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, അതുവഴി നമുക്കും സമൂഹത്തിനും ഗുണം ചെയ്യുവാൻ തക്കവിധമാണ്. ഇപ്പോൾ നമുക്ക് ജ്ഞാനവരം, അത് സോളമനോട് എന്ത് വേണം ചോദിച്ചോളാൻ പറഞ്ഞപ്പോൾ സോളമൻ ചോദിച്ചത് എനിക്ക് ജ്ഞാനം തരണമെന്നാണ്. ദൈവമക്കളെ, ഇന്ന് നമുക്ക് ജ്ഞാനമില്ലാത്തത് കൊണ്ട് എത്രയോ പൊട്ടത്തരങ്ങളിലാണ് നമ്മൾ ചെന്ന് ചാടാറുള്ളത്. ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളെന്തെല്ലാം അപകടങ്ങളിലാണ് ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് വിവേചനവരം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ജ്ഞാനവരം, വിവേചനവരം, അതുപോലെ തന്നെ അറിവിൻ്റെ വരം, അല്ലേ, ഭാഷകൾ കൈകാര്യം ചെയ്യാൻ, അതുപോലെ തന്നെ മറ്റു ഭാഷകൾ കൈകാര്യം ചെയ്യാൻ എല്ലാം നമുക്ക് അറിവിൻ്റെ വരങ്ങൾ ആവശ്യമാണ്. എത്രയോ ആളുകളാണ് ദിനം പ്രതി രോഗശാന്തി ഇല്ലാതെ രോഗത്തിൽ ഇങ്ങനെ കിടന്ന് എത്രയോ പണമാണ് അതിനുവേണ്ടി ചിലവഴിക്കുന്നത്. അപ്പോൾ നമ്മൾ രോഗശാന്തി വരമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ രോഗി അപ്പോൾ സൗഖ്യം പ്രാപിക്കുകയാണ്. അതുപോലെ തന്നെ വിശ്വാസവരം, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ നടക്കുമോ? നമുക്കൊരു തേങ്ങലാണ്, നടക്കുകയില്ല. IELTS OET തുടങ്ങിയ പരീക്ഷകൾ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നടക്കുകയില്ല എന്നുള്ള ചിന്ത മുന്നമേ തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് മത്തായി 21:22 പഠിപ്പിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എന്തും നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. അതാണ് വിശ്വാസം. അപ്പം ആ വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ നമുക്കില്ലാത്തത് കൊണ്ട്, വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടുമോ, നടക്കുമോ എന്നുള്ള സംശയമാണ്. അപ്പോൾ വിശ്വാസ വരം നമ്മളിലേക്ക് വന്നാൽ നമുക്കറിയാം ഇത് നടക്കും. അതുകൊണ്ട് വിശ്വാസ വരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോ വരങ്ങളും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ കാത്തിരിപ്പിൻ്റെ അവസാന മണിക്കൂറാണിത്. നാളെ പുത്തൻ പെന്തക്കോസ്തയുടെ അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് ഞാനും നിങ്ങളും വരങ്ങൾ കൊണ്ട് നിറഞ്ഞ് ശുശ്രൂഷ ചെയ്ത് സഭയിൽ, സമൂഹത്തിൽ ഏറെ അഭിഷേകമുള്ളവരായി തീരാൻ ഈ വചനം ശ്രമിക്കുന്ന ഓരോ മകനും മകൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ജയ്മോനച്ചൻ.